ഇയേഴ്സ് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് ഇൻ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീം 2024 അഡ്മിഷനായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഡേറ്റും ബാക്കി കാര്യങ്ങൾ ഉടനെ തന്നെ അവർ പബ്ലിഷ് ചെയ്യുന്നതാണ്. പക്ഷേ പ്രോസ്പെക്ടസും ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ നോക്കാം. നമുക്ക് ഇവിടെ വരുന്ന കോഴ്സുകളെന്ന് പറഞ്ഞാൽ BSc നഴ്സിംഗ്, BSc MLT, BSc പ്രൊഫഷൻ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BPVT, BCVT, BASLP, BSc MRT, BSc ഡയാലിസിസ് ടെക്നോളജി, ബാച്ചലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ബാച്ചലർ ഓഫ് റേഡിയോതെറാപ്പി ടെക്നോളജി ആൻഡ് ബാച്ചലർ ഓഫ് ന്യൂറോ ടെക്നോളജി. ഇത്രയും കോഴ്സുകളാണ്. അപ്പോൾ BSc നഴ്സിംഗ് കൂടാതെ ബാക്കി പാരാമെഡിക്കൽ സ്ട്രീമിന് എല്ലാത്തിനും കൂടി ഒറ്റ ആപ്ലിക്കേഷൻ മതി കേട്ടോ. ഒന്നിലധികം ആപ്ലിക്കേഷൻസ് കൊടുത്താൽ അത് റിജക്റ്റ് ആയി പോകും. അപ്പോൾ വെബ്സൈറ്റ് LBSൻ്റെ വെബ്സൈറ്റാണ്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് പ്രോസ്പെക്ടസ് വന്നേക്കുന്നത് കൊണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് SC ST കാൻഡിഡേറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും 800 രൂപയാണ്. നമ്മളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് SC ST എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ഫീസ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് 400 ആയിരിക്കും കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് ഓൺലൈൻ വഴി അടക്കാം, അതല്ലെങ്കിൽ അവിടെ ചെല്ലാനുണ്ട്. അപ്പോൾ ആ ചെല്ലാൻ വഴിയായിട്ടും നിങ്ങൾക്ക് അടക്കാവുന്നതാണ്. അപ്പോൾ ചെല്ലാനാണെങ്കിൽ നമുക്ക് ഫീസ് അടച്ചിട്ട് കുറച്ച് പ്രൊസീജിയർ ബാക്കി വരുന്നുണ്ട്. അതിന് ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. ബാക്കി എല്ലാവർക്കും അപ്പോൾ തന്നെ ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ രജിസ്ട്രേഷൻ നമുക്ക് ബാക്കി കൂടുതൽ ഫീ പേയ്മെൻറ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് വഴി ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് പ്രോസ്പെക്ടസ് ഒന്ന് നോക്കാം. എന്താണ് പ്രോസ്പെക്ടസിൽ പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കാരണം ഇപ്പോൾ അതിനു മുമ്പ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് നോക്കിയിട്ട് പ്രോസ്പെക്ടസിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ LBS ഡയറക്ടറുടെ ഔദ്യോഗിക വെബ്സൈറ്റായ lbscenter.kerala.gov. എന്ന വെബ്സൈറ്റിലൂടെയാണ് നഴ്സിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾക്ക് 2024-25 അധ്യയന വർഷം പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ പൂർണ്ണമായിട്ടും ഓൺലൈൻ മുഖേന മാത്രമാണ്. BSc നഴ്സിങ്ങിനും മറ്റു പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കും അപേക്ഷകർ ഓൺലൈനായിട്ട് ഒരു അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. നിങ്ങൾ വെബ്സൈറ്റ് എപ്പോഴും നോക്കണം. നോട്ടിഫിക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും lbscenter.kerala.gov. എന്നുള്ള വെബ്സൈറ്റ് നോക്കണം. ഇനി അപേക്ഷ ഓൺലൈൻ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് JPG ഫോർമാറ്റിലുള്ളത് വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ അത് നല്ല രീതിയിൽ സ്കാൻ ചെയ്ത് അതിൻ്റെ PDF ആയിട്ട് നിങ്ങൾ കയ്യിൽ കരുതണം. അത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതും അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും കൂടി നിങ്ങൾ കരുതണം. ഇപ്പോൾ OBC ഒക്കെ ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, SC ST ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ പറയാം കേട്ടോ. പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. പിന്നെ മൊബൈൽ നമ്പർ, മെയിൽ ID അത് എപ്പോഴും പറയുന്നതാണ്. മൊബൈൽ നമ്പറും മെയിൽ ID നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ അറിയുന്ന നമ്മുടേതോ അല്ലെങ്കിൽ നമ്മളുടെ പാരൻസിൻ്റേതോ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൊബൈൽ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മെയിൽ ID കൊടുക്കുമ്പോൾ അക്ഷയയിലോ കഫേയിലോ ഒന്നും കൊടുക്കരുത് കേട്ടോ. ഇനി എപ്പോഴും നമ്മളുടെ ആ ഫസ്റ്റ് രജിസ്ട്രേഷൻ, നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ID, മൊബൈൽ നമ്പർ ഒന്നും പിന്നീട് തിരുത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് പേരും മറ്റു കാര്യങ്ങളും സർട്ടിഫിക്കറ്റിലുള്ള പോലെയും മൊബൈൽ നമ്പറും മെയിൽ ID നമ്മളെ വിളിച്ചാൽ കിട്ടുന്ന, നമുക്ക് മെസ്സേജ് വന്നാൽ അറിയുന്ന ആയിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. ഇനി അപേക്ഷയുടെ ഫൈനൽ സബ്മിഷന് മുമ്പായിട്ട് ആവശ്യമുള്ള ക്ലെയിമുകൾ നൽകേണ്ടതും അതിന് ആധാരമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതുമാണ്. ഇപ്പോൾ എന്തെങ്കിലും റിസർവേഷനുള്ള ആൾ കൊണ്ടുപോയി കാറ്റഗറി ജനറലിന് കൊടുക്കരുത്. ഒരു റിസർവേഷൻ ഉള്ളവർക്ക് മാത്രമാണ് ജനറൽ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ താഴേക്ക് ഡ്രോപ്പ് ഡൗൺ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിൽ നമ്മുടെ കാറ്റഗറി ഉണ്ടെങ്കിൽ അതാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമ്മളിപ്പോൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുക്കണം. അതിനുശേഷം പിന്നീട് നമുക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ, പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അത് കയ്യിലുള്ളവരെല്ലാം തന്നെ കൊടുക്കുക. 8 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള എല്ലാവരും തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് പിന്നീട് എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ, ഫീ കൺസെഷൻ ഉള്ളതനുസരിച്ചിട്ട് കിട്ടേണ്ടി വന്നാൽ ആ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാവരും തന്നെ കൊടുക്കുക. ഇപ്പോൾ OBC NCL സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതിൽ ഇൻകം നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതിയാവും.
ആ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ പ്ലേസിൽ വീണ്ടും ആ OBC NCAയിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ടും ഈ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊന്നും LBSലേക്ക് അയക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ അത് സൂക്ഷിച്ചു വെക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ ID യും പാസ്വേഡും നിങ്ങൾ ഈ അലോട്ട്മെൻറ്റ് തീരുന്നത് വരെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ. ഇനി നിങ്ങൾ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് പ്രിവ്യൂ നോക്കിയൊക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ സബ്മിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. നമ്മൾ കാണാൻ പറ്റും ഇങ്ങനെ അപ്ലോഡ് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഫില്ല് ചെയ്തും സർട്ടിഫിക്കറ്റിൽ അപ്ലോഡൊക്കെ ചെയ്തിട്ട് ഫൈനൽ സബ്മിഷൻ അല്ലെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാവും, ഒരു ബട്ടൺ ഉണ്ടാവും ബോക്സിൽ. അത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. എന്നിട്ട് ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുക്കണം. നമ്മൾ ഫൈനൽ കൺഫർമേഷൻ കൊടുത്താലാണ് നമുക്ക് ആപ്ലിക്കേഷൻ നമ്പറും നമ്മുടെ അപേക്ഷ അവിടെ സ്വീകരിച്ചതായിട്ട് വരുള്ളൂ. അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം. ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം നോക്കുക കേട്ടോ. അതുപോലെ അത് ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞാൽ പിന്നീട് തെറ്റ് തിരുത്താനായിട്ട് പറ്റില്ല. പിന്നെ ചില സമയത്ത് LBS തെറ്റുകൾ തിരുത്താൻ ഒരു സമയം തരാറുണ്ട്. ആ ഒരു ടൈമിലാണ് പിന്നീട് തിരുത്താനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇനി ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് എപ്പോഴും വെബ്സൈറ്റ് ഏതൊരു അലോട്ട്മെൻറ്റിൻ്റെ ആണെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ആ വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം. ചിലപ്പോൾ അവരെന്തെങ്കിലും മിസ്റ്റേക്കുകളുള്ളത് തിരുത്താൻ പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഓപ്ഷൻ കൊടുക്കുക ഉള്ളതാണ്. അത് ആ ഒരു ടൈമിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ LBSൻ്റെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ വേരിയസ് അലോട്ട്മെൻറ്റ്സ് എന്ന് കാണാം. അതിൽ ആപ്ലിക്കേഷൻ ഫോർ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ എന്നുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ എടുക്കണമെന്ന്. അതിന് മുമ്പ് ഇവർ ആപ്ലിക്കേഷൻ കൊടുക്കണതിൻ്റെ സ്റ്റേജസ് പറയുന്നുണ്ട്. ഏകദേശം ഒരു 3 സ്റ്റേജാണ്, 5 സ്റ്റേജാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു 5 സ്റ്റേജുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ വെബ്സൈറ്റിൽ പോയി എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ആണ് ആദ്യത്തെ വരുന്നത്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, അതൊക്കെ സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ കൊടുക്കണം. നമ്മളിപ്പോൾ ഏത് കാറ്റഗറിയാണെന്ന് ചോദിക്കും. SC/ST ആണെങ്കിൽ SC/ST തന്നെ കൊടുക്കുക. അപ്പോൾ മാത്രമാണ് എല്ലാ രീതിയിലുള്ള ഫീ കൺസെഷനും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫീസ് കുറവൊക്കെ കിട്ടുക കേട്ടോ. പിന്നെ അപേക്ഷാ ഫീസ് SC/ST വിഭാഗക്കാർക്ക് 400 രൂപയും മറ്റു എല്ലാവർക്കും 800 രൂപയാണ്. OEC-കാർക്ക് അപേക്ഷാ ഫീസിൽ ഇളവില്ല കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസിൽ OEC-യുടെ ചില കാൻഡിഡേറ്റ്സിന് ട്യൂഷൻ ഫീസ് കൺസെഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് ആ ഫസ്റ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഫീസ് അടക്കുക എന്നുള്ളതാണ്. ഫീസ് അടയ്ക്കുമ്പോൾ അത് സക്സസ് ആയെങ്കിൽ സക്സസ് എന്ന് കാണിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് പിന്നീട് നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പറും ചെല്ലാൻ നമ്പറും ഒക്കെ കിട്ടും. അതൊക്കെ സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് അത് നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ്. ലോഗിൻ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യണം. ചെല്ലാനും നിങ്ങളത് എടുത്ത് വെക്കുക കേട്ടോ. ആ ഒരു നമ്പർ ഫീസ് അടച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും അത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അതൊന്ന് എഴുതിയെടുക്കുക. ഓക്കെ. ഇനി പാസ്വേഡും ഒക്കെ സെറ്റ് ചെയ്യുക എന്നുള്ള ഇൻസ്ട്രക്ഷനൊക്കെ അതിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ അതനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. പിന്നീട് അടുത്ത സ്റ്റേജാണ് നമ്മുടെ ഫോട്ടോ, ഒപ്പ്, സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ നേറ്റിവിറ്റി, ജനനത്തീയതി, സംവരണം, ഫീ കൺസെഷൻ കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യണം. നേറ്റിവിറ്റി തെളിയിക്കാനായിട്ട് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് മതിയാവും. അല്ലെങ്കിൽ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അതുമല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാം കേട്ടോ. പിന്നെ EWSൻ്റെ പ്രത്യേകം പറയുന്നുണ്ട്. EWS സർട്ടിഫിക്കറ്റിലെ ഫിനാൻഷ്യൽ ഇയർ കോളത്തിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ, അതായത് 2023-24 ആ ഒരു ഇൻകം ആയിരിക്കണം അവിടെ കൊടുത്തേക്കണേ എന്നുള്ളത് പ്രത്യേകം. അതായത് EWS ഒക്കെ നമുക്ക് ഓരോ വർഷം കഴിയുമ്പോഴും പുതുക്കേണ്ടതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വാങ്ങാം കേട്ടോ. ഇനി ഓക്കെ.
ഇത്രയാണ് ഈ ഒരു ഇതിൽ പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് പ്രോസ്പെക്ടസ്, ഞാൻ പറഞ്ഞല്ലോ lbscenter.gov.in എന്നുള്ള അല്ലെങ്കിൽ lbscenter.in എന്നുള്ള വെബ്സൈറ്റ് എടുത്താലും മതി. ഇതിൽ നമുക്കിവിടെ വേരിയസ് അലോട്ട്മെൻറ്റുകൾ ഇങ്ങനെ കാണാം. നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഈ ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ താഴെയായിട്ട് അഡ്മിഷൻ ടു നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സ് ഏത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേജ്, ഇപ്പോൾ നമ്മൾ എടുത്ത ആ ഒരു പേജിലേക്ക് വരും. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല, അതുകൊണ്ടാണ് ആ ലിങ്ക് വരാത്തത്. അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വരും. ഇപ്പോൾ നമുക്കിവിടെ വന്നേക്കുന്നത് പ്രോസ്പെക്ടസും ഹൗ ടു അപ്ലൈ മലയാളം, അതാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. സർട്ടിഫിക്കറ്റ് റിക്വയർഡ് ഫോർ വേരിയസ് ക്ലെയിംസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഓരോ ക്ലെയിമുകളിലും റിക്കോർഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഓരോ വിഭാഗങ്ങൾക്കും അത് അനുസരിച്ചിട്ടുള്ള, ഇപ്പോൾ SC/ST ആണെങ്കിൽ തഹസീൽദാറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അതുപോലെ SC/BC OEC അതൊക്കെ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങണം കേട്ടോ. പ്രത്യേകം ചോദിച്ചു വാങ്ങണം. എഡ്യൂക്കേഷൻ പർപ്പസ്, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ്. അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അക്ഷയയിലാണെങ്കിൽ അവരോട് പറയാം ഇത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ടാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കീമിന് വാങ്ങിച്ചേക്കണമെങ്കിൽ അത് കൊടുക്കുക, മെഡിക്കലിൽ അല്ലെങ്കിൽ അങ്ങനെ വാങ്ങിച്ചേക്കണമെങ്കിൽ കൊടുക്കുക. പക്ഷേ നിങ്ങൾ നീറ്റിനൊക്കെ അങ്ങനെയുള്ള ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ തഹസീൽദാറിൽ നിന്നാണ് വാങ്ങുന്നത് സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിന്, അത് ഇവിടെ സ്വീകരിക്കില്ല. ഇവിടെ വേണ്ടത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള OBC NCL ആണ്. തഹസീൽദാറിൽ നിന്നാണ് SC/STയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ഇൻ്റർകാസ്റ്റ് മാരേജിൽ ആണ് നിങ്ങളുടെ പാരൻസ് എങ്കിൽ അതിലൊരാൾ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ SC/STയുടെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഫീ കൺസെഷൻ ഉൾപ്പെടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. അതിനായിട്ട് നിങ്ങൾ തഹസീൽദാറിൽ നിന്നുള്ള ആ ഒരു വിവാഹ സർട്ടിഫിക്കറ്റാണ് വാങ്ങേണ്ടത് കേട്ടോ. അതുപോലെ EWS സർട്ടിഫിക്കറ്റ് വാങ്ങുക. ഇൻകം അല്ലെങ്കിൽ അസസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ AY സർട്ടിഫിക്കറ്റാണ് വാങ്ങേണ്ടത് കേട്ടോ. പിന്നെ ഈ മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തിൽ വരുന്ന സ്വകാര്യ കോളേജ് ഉണ്ടല്ലോ, അതായത് പ്രൈവറ്റ് കോളേജുകളുണ്ട്. അപ്പോൾ അവർക്ക് ആ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ വിഭാഗം വരുന്ന കുട്ടികൾക്ക് റിസർവേഷൻ സീറ്റ് ഉണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ നിങ്ങൾ നോൺ ക്രിമിലെയർ വിഭാഗത്തിൽ വരുന്നവരാണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് തന്നെ മതിയാവും. അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ SSLCയുടെ സർട്ടിഫിക്കറ്റിൽ കമ്മ്യൂണിറ്റി പറയുന്നുണ്ടെങ്കിൽ അത് മതിയാവും. അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങുക കേട്ടോ. 8 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്കായിരിക്കുള്ളൂ വില്ലേജ് ഓഫീസർ NCL തരുള്ളൂ. 8 ലക്ഷം എന്ന് പറയുമ്പോൾ എല്ലാ ഇതും കഴിഞ്ഞിട്ടുള്ള 8 ലക്ഷമാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ കിട്ടില്ല എന്ന് വിചാരിക്കരുത്. ജസ്റ്റ് വില്ലേജ് ഓഫീസിൽ പോയി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് തരണോ വേണ്ടതെന്നുള്ളത് വില്ലേജ് ഓഫീസർ തീരുമാനിക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരാണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കോളേജുകളിൽ അതത് കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ ഉണ്ടാവും. അപ്പോൾ അത് കിട്ടാനായിട്ട് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. മറ്റ് വിഭാഗക്കാർക്ക് ആ ഒരു NCL കിട്ടിയവരാണെങ്കിൽ അത് തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കുക. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് വാങ്ങുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ ഈ ഓരോ LBS ഓരോ സ്ഥലത്തുള്ളവിടുത്തെ ഫോൺ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്ത് ഇത് എടുക്കാം കേട്ടോ. ഇനി പ്രോസ്പെക്ടസ് ആണ്. ഈ വർഷവും പ്രോസ്പെക്ടസിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. അഡ്മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ +2 മാർക്കിൻ്റെ ബേസിൽ തന്നെയാണ്. ഇവിടെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട് എന്നുള്ളത് പറയുന്നില്ല. അപ്പോൾ നമുക്ക് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീം എന്ന് പറഞ്ഞിട്ട് അവർ LBSൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ പറയുന്നു. 12 കോഴ്സുകളാണ്. BSc നഴ്സിംഗ് കൂടാതെ നമുക്ക് 11 ഈ പറയുന്ന പാരാമെഡിക്കൽ സ്ട്രീമുകളുണ്ട്. അപ്പോൾ ആ പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും എത്ര സീറ്റുകളുണ്ടെന്നും ഓരോ കോഴ്സുകൾ എത്ര വർഷമാണെന്നും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റിസർവേഷൻ സീറ്റുകൾ ഏതൊക്കെ വിഭാഗത്തിൽ വരുന്നുണ്ട്, എത്ര ശതമാനം സീറ്റുകളുണ്ട് എന്നുള്ളതും പ്രോസ്പെക്ടസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രോസ്പെക്ടസ് എടുത്തിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. പിന്നെ ഈ വർഷവും നമ്മുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു എൻട്രൻസ് എക്സാം ഉള്ളതായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ടേക്ക് കെയർ. താങ്ക് യു.